ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവായ ദൈവം നിങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു വിധത്തിൽ കാരണം നമ്മുടെ പൂർവികരോടോ മാതാപിതാക്കളോടോ അപ്പനോടോ അമ്മയോടോ സഹോദരീ സഹോദരങ്ങളോടോ നമ്മുടെ ജീവിത പങ്കാളിയോട് മക്കളോട് നമ്മെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് പല വിധത്തിലുള്ള പല ഫ്രണ്ട്സിനോട് പല രീതിയിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അവരെ നമ്മെ വേദനിപ്പിച്ചത് നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അവരോട് ക്ഷമിക്കാൻ കഴിയാതെ അവരെ സ്നേഹിക്കാൻ കഴിയാതെ ഓർക്കുമ്പോഴെല്ലാം സങ്കടത്തോടെ പരാതി പറയുന്ന അവസ്ഥ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, എനിക്കെതിരെ പാപം ചെയ്തവരോട്, എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരോട്, എന്നെ അകാരണമായി ദ്രോഹിച്ചവരോട്, എന്നെ വെറുത്തവരോട്, എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചവരോട്, എൻ്റെ അവകാശങ്ങളെ തട്ടിയെടുത്തവരോട്, എൻ്റെ അവകാശങ്ങളെ നിഷേധിച്ചവരോട് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കർത്താവേ, ഞാൻ ഒത്തിരിയധികം പ്രാർത്ഥിക്കുമെങ്കിലും ഒത്തിരി ഞാൻ പല ഭക്ത പ്രകടനങ്ങളും ചെയ്യുമെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് എനിക്ക് ആരോടും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അകമഴിഞ്ഞ് ഹൃദയത്തോട് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന അധികം പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കർത്താവേ എൻ്റെ ഈ അവസ്ഥ കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭൗതികമായ എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ആത്മീയമായ ചില കാരണങ്ങൾ ഉള്ളതിനാലാണ്. കർത്താവേ, അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കെല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് ഞങ്ങൾക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ച് അവരോട് കരുണ കാണിക്കണമേ. എല്ലാവരോടും ക്ഷമിക്കാനുള്ള വരം നൽകി, കൃപ നൽകി, എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു മനസ്സ് നൽകി, ഹൃദയം നൽകി ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 51 കർത്താവിൻ്റെ കരുണ നമുക്ക് യാചിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരാത്ത എല്ലാ മേഖലയിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യം കടന്നു ചെല്ലുവാനും, അങ്ങനെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ, സാമ്പത്തിക തകർച്ചകളിൽ, ആരോഗ്യ പ്രശ്നങ്ങളിൽ അനുഗ്രഹപ്രദരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക. സ്വന്തം അപ്പനോട് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക ഈശോയുടെ നാമത്തിൽ. സ്വന്തം അമ്മയോട് ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ പൂർണ്ണമായും ക്ഷമിക്കുക. സ്വന്തം ഭർത്താവിനോട്, ഭാര്യയോട് യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ക്ഷമിക്കുക. മറ്റെല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ഈശോയെ, ഞാൻ എന്നെ വേദനിപ്പിച്ച എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരീ സഹോദരങ്ങളോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട് ഞാൻ പൂർണ്ണമായും ക്ഷമിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ച് സങ്കീർത്തനം 51 നമുക്കിന്ന് ഏറ്റുപറയാം. നിയോഗങ്ങളെ സമർപ്പിക്കാം. കർത്താവ് കരുണ കാണിക്കുമ്പോൾ
നമുക്ക് കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതോടുകൂടി നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നീ കരുണയോടെ കടാക്ഷിക്കണമേ. അവരുടെ തെറ്റുകളും കുറവുകളും പാപങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കർത്താവേ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, വയോവൃദ്ധരെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾ യോഗ്യരാകുന്നത്. അതിനാൽ ഇന്ന് നീ ഞങ്ങളോട് കരുണ കാണിച്ച് നിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭവനത്തിൽ, ജോലി മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ കർത്താവേ പ്രാപിക്കുന്നതിനു വേണ്ടി നീ ഞങ്ങളെ കരുണയോടെ കടാക്ഷിച്ച് നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വേദനിപ്പിച്ച, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത, പാപം ചെയ്ത ഞങ്ങളുടെ സ്വന്തം അപ്പനോടും അമ്മയോടും സഹോദരീ സഹോദരങ്ങളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, അധ്യാപകരോട്, സുഹൃത്തുക്കളോട്, അധികാരികളോട് പൂർണ്ണമായും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. കരുണയുണ്ടാകണമേ. അവരോട് കരുണ കാണിക്കണമേ.
കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയൊന്നു മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ. അതിനാൽ കർത്താവേ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അവിടുന്ന് ഞങ്ങൾക്ക് നേരെ തുറന്നു തന്ന് ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് ഈ പ്രഭാതത്തിൽ നിന്റെ തിരുഹൃദയം ഞങ്ങൾക്കും നൽകണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണമേ. ഞങ്ങൾ സംരക്ഷിതരാകാൻ, അനുഗ്രഹീതരാകാൻ, സൗഖ്യമുള്ളവരാകാൻ, ഞങ്ങൾ ശാന്തരാകാൻ, സമാധാന ചിത്തരാകാൻ, ഞങ്ങൾ സ്നേഹമുള്ളവരാകാൻ കർത്താവേ, ഞങ്ങളെ നീ ആശീർവദിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്കൊരു നല്ല ഹൃദയം നൽകണമേ. ദൈവമേ, സകലതും നവീകരിക്കുന്ന നാഥ, സ്നേഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു ഹൃദയം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലിയെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ കാത്തുപരിരക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ പരിപാലന ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപയും വരവും നൽകി അവിടുന്ന് നമ്മെ ആശീർവദിക്കട്ടെ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ വിധത്തിലും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.